നമ്മൾ ഓരോ വക്കത്ത് ഫർള് നിസ്കാരവും ഖളാ ആക്കുമ്പോൾ പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് ചില നന്മകൾ എടുത്തു കളയും. അത് എന്താണെന്നറിയുമോ? നമ്മൾ നഷ്ടമാക്കുന്നത് സുബഹി നമസ്കാരമാണെങ്കിൽ നമ്മുടെ ഈമാൻ നഷ്ടമാകുന്നതിനോടൊപ്പം സമ്പത്തിലും ഭക്ഷണത്തിലുമുള്ള ബർക്കത്തും നഷ്ടമാകും. ജീവിതത്തിൽ നമ്മൾ എത്ര സമ്പാദിച്ചാലും എവിടെയും എത്താത്ത അവസ്ഥ വന്നു ചേരും. എപ്പോഴും കഷ്ടപ്പാടായിരിക്കും. ലൊഹർ നമസ്കാരം നഷ്ടമായാൽ നബിമാരും മുർസലിങ്ങളും വെറുക്കും. മനസ്സിന് ഒരു സുഖവും ഉണ്ടാവില്ല. എപ്പോഴും ഓരോ പ്രയാസങ്ങളുമായിരിക്കും. അസറാണ് നമുക്ക് നഷ്ടമാകുന്നതെങ്കിൽ മലക്കുകൾ നമ്മളെ വെറുപ്പോടെ നോക്കിക്കാണും. അസർ നമസ്കാരം നഷ്ടമാക്കിയവനെ പുച്ഛത്തോടെയാകും നോക്കുക. ശരീരത്തിന്റെ അവയവങ്ങളുടെ ശക്തി നഷ്ടമാകും. അതായത് പല രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. മഗ്‌രിബ് നമസ്കാരം നഷ്ടമായാൽ ഖുർആൻ ഇത്തരക്കാരെ വെറുക്കും. ഖുർആന്റെ വെറുപ്പ് അത്ര നിസ്സാരമല്ല. ഭക്ഷണ വിശാലത ഉണ്ടാകില്ല. പട്ടിണി കൊണ്ട് റബ്ബ് പരീക്ഷിക്കും. ഇശാ നമസ്കാരം നഷ്ടമാക്കുന്നവന് റബ്ബിന്റെ കാരുണ്യം അവരുടെ മേലിൽ ഉണ്ടാകുകയില്ല. അതുപോലെ അവൻ മരിക്കുന്നത് കാഫിറായിട്ടായിരിക്കും. നിങ്ങളിൽ നമസ്കരിക്കുന്നവർ നമസ്കരിക്കാൻ മടിയുള്ള കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക. ഇരുട്ടായ ഖബറിലെ പ്രകാശം ഇബാദത്തുകളാണ്. ഇതുവരെയും നിങ്ങൾ നമസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുള്ളവരാണെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും എത്രയും പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ നിസ്കാരം ഖളാ വീട്ടുകയും ഇനിയൊരു നിസ്കാരവും നഷ്ടപ്പെടാതെ നോക്കുകയും വേണം.